ഈ വീഡിയോയിൽ നമ്മൾ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് പോകുന്നത്. ഈ പ്രോബ്ലത്തിൽ നമ്മൾ പ്രോസസ് അക്കൗണ്ടും പിന്നീട് നോർമൽ ലോസ് അക്കൗണ്ട്, അബ്നോർമൽ ലോസ് അക്കൗണ്ട്, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഇത്രയും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. അതുകൊണ്ട് ഇതൊരു ലെങ്തി വീഡിയോ ആണ്. ലാസ്റ്റ് വീഡിയോയിലും ഈ സെയിം സ്റ്റെപ്സൊക്കെ വരുന്ന പ്രോബ്ലം തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. പക്ഷേ അവിടെ നമ്മൾ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അബ്നോർമൽ ഗെയിൻ വരുമ്പോൾ നോർമൽ ലോസ് അക്കൗണ്ടിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രം നിങ്ങൾക്ക് പ്രോബ്ലം നല്ല രീതിയിൽ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോ കുറച്ച് ലെങ്തിയാണ്. അതുകൊണ്ട് ക്ഷമയോടെ അവസാനം വരെ കേട്ടെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. എങ്കിലേ നിങ്ങൾക്ക് നോർമൽ ലോസും അബ്നോർമൽ ഗെയിനും ഒക്കെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുകയുള്ളൂ. ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. A product passes through two processes A and B. The output of A passes on to B and that of B becomes the finished product. അത് ഈ ഇൻഡസ്ട്രിയിൽ ഈ പ്രോസസ്സിങ് യൂണിറ്റിൽ രണ്ട് പ്രോസസ്സേ നടക്കുന്നുള്ളൂ. പ്രോസസ്സ് എയും പ്രോസസ്സ് ബിയും. പ്രോസസ്സ് ബിയിലെത്തുമ്പം അവർക്ക് ഫൈനൽ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നീട് ബാക്കിയുള്ള ഇൻഫർമേഷൻ താഴെ വൺ ആയിട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് മെറ്റീരിയൽ കൺസ്യൂംഡ് 24,000 rupees for process A and 12,000 for process B. Then direct labor, manufacturing expense. Next item is input in process A. അതായത് പ്രോസസ് എയിലേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 20,000 യൂണിറ്റ്സ്. ദെൻ ഔട്ട്പുട്ട്, അതായത് ഓരോ പ്രോസസ്സിൻ്റെ എൻഡിൽ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കും. പ്രോസസ് എയുടെ എൻഡിൽ കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 18,000 യൂണിറ്റ്സ് ആണ്. പിന്നീട് പ്രോസസ് ബിയുടെ എൻഡിൽ കിട്ടിയത് 16,600 യൂണിറ്റ്സ് ആണ്. പ്രോസസ് എയിൽ ഔട്ട്പുട്ട് എന്താവും? പ്രോസസ് ബിയിൽ ഇൻപുട്ട് ആവുകയാണ് ചെയ്യുന്നത്. പ്രോസസ് ബിയിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫിനിഷ്ഡ് സ്റ്റോക്ക്, കാരണം അതാണ് ലാസ്റ്റ് പ്രോസസ്സ്. പിന്നീട് നോർമൽ വേസ്റ്റേജ് ഓഫ് ഇൻപുട്ട്, ഇത് പാസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കി എടുത്തിരിക്കുന്നതാണ്. പ്രോസസ് എയുടെ ഇൻപുട്ടിൻ്റെ 5% നോർമൽ ലോസ് ആയി പോവും. പിന്നീട് പ്രോസസ് ബിയുടെ 10% നോർമൽ ലോസ് ആയി പോകുന്നവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് വാല്യൂ ഓഫ് നോർമൽ വേസ്റ്റേജ് പെർ 100 യൂണിറ്റ്സ്, അതായത് ഈ നോർമൽ ലോസിനെ അവർക്ക് സ്ക്രാപ്പ് വാല്യൂവിന് വിൽക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ആ സ്ക്രാപ്പ് വാല്യൂ പ്രൈസാണ് തന്നേക്കുന്നത് 16 rupees പ്രോസസ് എയ്ക്കും 20 rupees പ്രോസസ് ബിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. 16 rupees എന്ന് പറയുന്നത് 100 യൂണിറ്റിനാണ്, അങ്ങനല്ലേ പറയുന്നത്. വാല്യൂ ഓഫ് നോർമൽ വേസ്റ്റേജ് പെർ 100 യൂണിറ്റ്സ്, അതായത് 100 യൂണിറ്റിനാണ് 16 രൂപയ്ക്ക് വിൽക്കുന്നത്. എങ്കിൽ നമ്മളുടെ പ്രോസസ് എയിൽ എത്ര യൂണിറ്റ്സാണ് നോർമൽ ലോസ് ആവുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് എത്ര രൂപ സ്ക്രാപ്പ് വാല്യൂ കിട്ടുന്നതാണ് ചിന്തിക്കേണ്ടത്. അതുപോലെ പ്രോസസ് ബിയിൽ 100 യൂണിറ്റ്സ് വിൽക്കുമ്പോൾ 20 rupees കിട്ടും എന്നാണ് പറയുന്നത്. നമുക്കല്ലെന്നുണ്ടെങ്കിൽ പെർ യൂണിറ്റ് എത്രയാണെന്ന് നോക്കിയാലും മതി. പെർ യൂണിറ്റ് എത്രയാണെന്ന് എങ്ങനെ മനസ്സിലാവും? 16 rupees അല്ലേ. 16 rupees ഡിവൈഡ് 100 യൂണിറ്റിനാണ് 16 രൂപ. സോ 16 rupees ഡിവൈഡഡ് ബൈ 100 യൂണിറ്റ്സ്. ദെൻ യു വിൽ ഗെറ്റ് ദി സ്ക്രാപ്പ് വാല്യൂ പെർ യൂണിറ്റ്, ദാറ്റ് ഇസ് 0.16. ഇവിടെ എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ 100 യൂണിറ്റ്സ്. ദെൻ യു വിൽ ഗെറ്റ് 0.20 rupee പെർ യൂണിറ്റ്. അപ്പോൾ ആ രീതിയിൽ വേണം മനസ്സിലാക്കിയെടുക്കാൻ. ആദ്യം നമുക്ക് പ്രോസസ് എ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. പ്രോസസ് എ അക്കൗണ്ട് ഫോമാറ്റൊക്കെ അറിയാമല്ലോ. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും റുപ്പി കോളവും യൂണിറ്റ് കോളവും പ്രൊവൈഡ് ചെയ്യുക. പിന്നീട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഐറ്റം ഡെബിറ്റ് സൈഡിൽ ഐറ്റംസ് അറേഞ്ച് ചെയ്ത് പോവുക. ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻസസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓരോ എക്സ്പെൻസും 1 by 1 ആയി റെക്കോർഡ് ചെയ്ത് പോവുക. ഫസ്റ്റ് ഐറ്റം ഡിറക്റ്റ് മെറ്റീരിയൽ, ദാറ്റ് ഇസ് 24,000 rupees ആണ് ഡിറക്റ്റ് മെറ്റീരിയലിന് ഇൻകർ ചെയ്യുന്നത്. ഇൻപുട്ട് യൂണിറ്റ്സ് തന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യനിൽ 20,000 യൂണിറ്റ്സ് ആണ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റാണ് 24,000 rupees. പിന്നീട് ഈ 20,000 യൂണിറ്റ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഇൻകർ ചെയ്യുന്ന മറ്റ് എക്സ്പെൻസുകളാണ് ഡിറക്റ്റ് ലേബർ 28,000, ദെൻ മാനുഫാക്ചറിങ് എക്സ്പെൻസ് 8,010. നമ്മൾ എല്ലാ എക്സ്പെൻസുകളെയും റെക്കോർഡ് ചെയ്ത് പ്രോസസ് എയിൽ ഇൻകർ ചെയ്യുന്ന എല്ലാ എക്സ്പെൻസും റെക്കോർഡ് ചെയ്ത് ഇനി അടുത്ത് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈസ് ദെയർ എനി നോർമൽ ലോസ് ഉണ്ടോ എന്ന് നോക്കുക. നോർമൽ ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് ചെയ്ത യൂണിറ്റ്സിൽ കുറവ് സംഭവിക്കും. നമ്മളതെവിടെ പോസ്റ്റ് ചെയ്യേണ്ടി വരും? ക്രെഡിറ്റ് സൈഡിൽ. കാരണം ഇൻപുട്ട് ചെയ്ത 20,000 യൂണിറ്റ്സ് കുറയുമല്ലേ ചെയ്യുന്നത്. കുറയണമെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് നോർമൽ ലോസ് ഉണ്ട്, ഓരോ പ്രോസസ്സിൻ്റെയും ഇത്ര ശതമാനം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രോസസ്സ് എയെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഇൻപുട്ടിൻ്റെ 5% നോർമൽ ലോസായി തീരും എന്നാണ് പറയുന്നത്. നോർമൽ ലോസിന് റെക്കോർഡ് ചെയ്യുക ക്രെഡിറ്റ് സൈഡിൽ. എന്നിട്ട് 20,000 യൂണിറ്റ്സിൻ്റെ 5% ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്. അതായത് 1000 യൂണിറ്റ് നോർമൽ ലോസ് ആയിട്ട് പോകുമെന്നാണ് പറയുന്നത്. പിന്നീട് എന്താണ്? 1000 യൂണിറ്റ് കിട്ടി. ഇനി എന്താണ് ഇതിന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടോ എന്ന് നോക്കുക. സ്ക്രാപ്പ് വാല്യൂവിനെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സ്ക്രാപ്പ് വാല്യൂ എന്താ പറയുന്നത്? 16 rupees per 100 units. 100 യൂണിറ്റിന് 16 രൂപ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? നമുക്ക് 1000 യൂണിറ്റിന് എത്ര രൂപയെന്നാണ് മനസ്സിലാക്കേണ്ടത്.
ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഹിൻഡ് ഇങ്ങനെയാണ്, 100 യൂണിറ്റിന് 16 റുപ്പീസ് എങ്കിൽ നമുക്കറിയേണ്ട എത്ര യൂണിറ്റ്സിൻ്റെയാ, 100 യൂണിറ്റ്സിന് എത്ര. So 1000 into 16 divided by 100. Then we will get 160 rupees. 100 യൂണിറ്റിന് 16 രൂപയെങ്കിൽ 1000 യൂണിറ്റിന് എത്ര രൂപ വരും, 16 റുപ്പീസ് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് പറഞ്ഞ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. അതായത് 16 റുപ്പീസ് എന്ന് പറയുന്നത് 100 യൂണിറ്റിനാണ്. അപ്പോൾ 16 ഡിവൈഡഡ് ബൈ 100 എങ്കിൽ ഒരു യൂണിറ്റിന് എത്ര എന്ന് കിട്ടും, ഒരു യൂണിറ്റിന് 0.16 പെർ യൂണിറ്റ് 0.16. അതിനെ എന്ത് ചെയ്യണം, 1000 യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് 160 റുപ്പീസ് കിട്ടും. അപ്പോൾ ഇതിലേതെങ്കിലും രീതിയിൽ ചിന്തിച്ച് സ്ക്രാപ്പ് വാല്യൂ ഫിഗറിൽ അറൈവ് ചെയ്യണം. അപ്പോൾ നോർമൽ ലോസിൻ്റെ സ്ക്രാപ്പ് വാല്യൂ റെക്കോർഡ് ചെയ്ത്. ഇനി അടുത്ത എന്താണ്, ഇനി നമ്മൾ സാധാരണ പോസ്റ്റ് ചെയ്യാറുള്ളത് ഇതിൻ്റെ ഔട്ട്പുട്ടാണ്. പ്രോസസ്സ് എയിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് പോവുകയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു പ്രോസസ് ബി. ക്വസ്റ്റ്യനിൽ എത്ര ഔട്ട്പുട്ട് പറയുന്നത്, പ്രോസസ് എയിൽ നിന്നുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 18,000 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 18,000 എഴുതി. ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ യൂണിറ്റ് കോളം ടോട്ടൽ ചെയ്ത് നോക്കുക. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എങ്ങനെ വരുന്നത് നോക്കുക. ഡെബിറ്റ് സൈഡ് നോക്കേ 20,000. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട്, 1,000 നോർമൽ ലോസ് ഉണ്ട്, പിന്നീട് പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന 18,000 യൂണിറ്റ്സും ഉണ്ട്. ഇത് ഞാൻ അങ്ങ് നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്ത അനുസരിച്ച് നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയേ ഉള്ളൂ, നോർമൽ ലോസ് 1000 യൂണിറ്റ്സ്, അതിൻ്റെ വാല്യൂവും കിടപ്പുണ്ട്. പിന്നീട് പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഔട്ട്പുട്ട് 18,000, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ഓഫ് യൂണിറ്റ് കോളം ഇസ് 20,000. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ എത്ര വരും, 1,000 പ്ലസ് 18,000 19,000 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഡിഫറൻസ് ഉണ്ടല്ലോ, യൂണിറ്റ് കോളത്തിൽ ഡിഫറൻസ് ഉണ്ട്. കാരണം ഡെബിറ്റ് സൈഡിൽ 20,000 യൂണിറ്റും ക്രെഡിറ്റ് സൈഡിൽ 19,000 യൂണിറ്റേ ഉള്ളൂ. ദർ ഇസ് എ ഡിഫറൻസ് ഓഫ് 1000 യൂണിറ്റ്സ്. അപ്പോൾ ആ ഡിഫറൻസിനെ നമ്മൾ എന്തായിട്ട് എഴുതണം, അബ്നോർമൽ ലോസ് എന്നും പറഞ്ഞ് റെക്കോർഡ് ചെയ്യണം. അബ്നോർമൽ ലോസ് എത്ര യൂണിറ്റ്സ് ആണ് ഡിഫറൻസ് വന്നത്, 1,000 യൂണിറ്റ്സ് ആണ് അബ്നോർമൽ ലോസ്. ഈ രീതിയിലാണ് അബ്നോർമൽ ലോസ് ഉണ്ടോ അല്ലെങ്കിൽ അബ്നോർമൽ ഗെയിൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പം, യൂണിറ്റ് കോളത്തിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പം ക്രെഡിറ്റ് സൈഡിലാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ അതിനെ അബ്നോർമൽ ലോസ് എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ഡെബിറ്റ് സൈഡിലായിരുന്നു ഡിഫറൻസ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ അബ്നോർമൽ ഗെയിൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ അബ്നോർമൽ ലോസിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. നമ്മൾ ഇൻപുട്ട് ചെയ്ത എത്ര യൂണിറ്റ്സ് ആണ്, 20,000 യൂണിറ്റ്സ് ആണ് ഇൻപുട്ട് ചെയ്തത്. നമ്മളതിൽ 5% നോർമൽ ലോസ് സംഭവിക്കുമെന്ന് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. അതായത് 20,000-ൻ്റെ 5%, അതായത് 1000 യൂണിറ്റ് നഷ്ടപ്പെടും. അതായത് 20,000 മൈനസ് 1,000 19,000 ആണ് നമ്മുടെ നോർമൽ ഔട്ട്പുട്ട്. ഇതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 1000 യൂണിറ്റ് നഷ്ടപ്പെട്ട് നമുക്ക് എത്ര കിട്ടുമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്, 19,000 യൂണിറ്റ്സ് കിട്ടും എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ നമുക്ക് എത്രയേ കിട്ടിയുള്ളൂ, 18,000 യൂണിറ്റ് അല്ലേ കിട്ടിയുള്ളൂ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന 19,000 ആണ്, പക്ഷെ നമുക്ക് ലഭിച്ചത് എത്രയാണ്, 18,000. അപ്പോൾ അവിടെ 1000 യൂണിറ്റ് നഷ്ടപ്പെട്ടു. അത് നമ്മുടെ കെയർലെസ്നെസ് കൊണ്ട് നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, അബ്നോർമൽ ലോസ് 1000 യൂണിറ്റ് എന്ന്. ഓക്കെ, ഇതാണ് അതിൻ്റെ നമ്മൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പിന്നീട് യൂണിറ്റ് കോളം ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളൂ അതങ്ങ് 1000 യൂണിറ്റ് എന്ന്. 1000 യൂണിറ്റിൻ്റെ ലോജിക്കൽ എക്സ്പ്ലനേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, യൂണിറ്റ് കോളം ഓക്കെ ആയി, അത് ടാലി ആയി. ഇനിയിപ്പോൾ നമുക്ക് ഇല്ലാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അബ്നോർമൽ ലോസ് 1000 യൂണിറ്റ് എന്ന് കിട്ടിയല്ലോ. ഈ 1000 യൂണിറ്റിൻ്റെ എമൗണ്ട് നമുക്കറിയില്ല. അതുപോലെ തന്നെ ഫൈനൽ ഔട്ട്പുട്ടായ 18,000 യൂണിറ്റിൻ്റെ കോസ്റ്റും നമുക്കറിയില്ല. അബ്നോർമൽ ലോസായ 1000 യൂണിറ്റിൻ്റെ കോസ്റ്റും അറിയില്ല, ഫൈനൽ ഔട്ട്പുട്ടായ 18,000 കോസ്റ്റും അറിയില്ല. എമൗണ്ട് ഫിഗർ മിസ്സിംഗ് ആണ്. ഇപ്പോൾ രണ്ടെണ്ണവും കൂടെ മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആദ്യം ഒരെണ്ണത്തിനെ കണ്ടെത്തുക, അതിനുശേഷം ബാലൻസ് ചെയ്ത് മറ്റേ രണ്ടാമത്തെ മിസ്സിംഗ് ഫിഗറിനെ കണ്ടെത്തുക. ഇതാണ് സാധാരണ ചെയ്യാറുള്ളത്. നമ്മൾ ആദ്യം ഏതിനെയാണ് കണ്ടെത്തേണ്ടത്, അബ്നോർമൽ ലോസിൻ്റെ കോസ്റ്റിനെ കണ്ടെത്തുക. അപ്പോൾ അബ്നോർമൽ ലോസ് എത്ര യൂണിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്, 1000 യൂണിറ്റ്. ഈ 1000 യൂണിറ്റിൻ്റെ കോസ്റ്റ് എത്ര ആണെന്ന് നോക്കാം നമുക്ക്. അതിനൊരു ഫോമുലയും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഔട്ട്പുട്ട് ഈ 90,000 യൂണിറ്റ്സാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, പക്ഷേ 18,000 കിട്ടിയിട്ടുള്ള എന്നുള്ളൊരു എക്സ്പ്ലനേഷനാണ് തന്നെ ഈ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പാർട്ടിൽ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് കോസ്റ്റ് ഓഫ് അബ്നോർമൽ ലോസ്, 1000 യൂണിറ്റിൻ്റെ കോസ്റ്റ് കണ്ടെത്താൻ പോവുകയാണ്. ഫോമുല എന്താണ്,
നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ടൈംസ് യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ്. ഇതാണ് അബ്നോർമൽ ലോസിൻ്റെ കോസ്റ്റിനെ കണ്ടെത്താനുള്ള ഫോർമുല. ഇനി നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കോസ്റ്റ് എന്ന് പറയുന്ന ഏത് സൈഡിലാണ്? നമ്മൾ പ്രോസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുവരെ ഇൻകർ ചെയ്ത കോസ്റ്റ്. അത് എത്രയാണെന്ന് നോക്കാം. അതായത് 24,000, 28,000 and 8,010. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പം കോസ്റ്റ് വരുന്നത് 60,010 ആണ്. ഇതുവരെ ഇൻകർ ചെയ്തിരുന്ന കോസ്റ്റ് ഇതാണ്. ഇത് കൂടാതെ ഇതിൽ ഈ കോസ്റ്റിന് എന്തെങ്കിലും കുറവ് സംഭവിച്ചോ എന്ന് നോക്കണം. അതായത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു ഇൻകം കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പം കിട്ടിയിട്ടുണ്ട്. സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് നമുക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 1000 യൂണിറ്റ് വിറ്റ്, നോർമൽ ലോസ് സംഭവിച്ച് 1000 യൂണിറ്റ് വിറ്റപ്പം നമുക്ക് സ്ക്രാപ്പ് വാല്യൂ ആയി 160 റുപ്പീസ് ലഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കോസ്റ്റ് അത്രയും കണ്ട് കുറയും. അതായത് 60,010 എന്ന് പറഞ്ഞ കോസ്റ്റ് 160 റുപ്പീസോളം കുറയും. അതാണ് നമ്മുടെ ഫൈനൽ കോസ്റ്റ്. അതാണ് ന്യൂമറേറ്ററിൽ എഴുതേണ്ട ഫിഗർ. നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ന്യൂമറേറ്റർ എത്രയാണ്? 60,010 മൈനസ് 160. ഈ സ്ക്രാപ്പ് വാല്യൂ കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ കോസ്റ്റ് എത്ര തന്നെയായിരുന്നു? 60,010 തന്നെയായിരുന്നു. ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് അല്ല. ഇവിടെ നോക്കി, ഫൈനൽ ഔട്ട്പുട്ട് എത്രയാണ്? 18,000 യൂണിറ്റ്സ് ആണ്. പക്ഷേ ഫൈനൽ ഔട്ട്പുട്ട് അല്ല ഈ നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നോർമൽ ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രോസസ്സിലും ഇൻപുട്ട് ചെയ്യുന്ന യൂണിറ്റ് ഉണ്ടല്ലോ, ആ ഇൻപുട്ട് യൂണിറ്റിൽ നിന്നും നോർമൽ ലോസ് യൂണിറ്റ് ഡിഡക്റ്റ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ നോർമൽ ഔട്ട്പുട്ട്. അതായത് നമ്മൾ നോർമലി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോർമലി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് എത്രയാണ്? 20,000 ആണ് ഇൻപുട്ട്. അതിൽ എത്ര നമ്മൾ ലോസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്? 1000 യൂണിറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ലോസാണ്. അതായത് നമ്മുടെ നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 19,000 യൂണിറ്റ്സ് ആണ്. 20,000 മൈനസ് 1,000 ദാറ്റ് ഇസ് 19,000. അപ്പോൾ ഇങ്ങനെയാണ് സോൾവ് ചെയ്യുമ്പോൾ വരുന്നത്. ഇൻറ്റു അബ്നോർമൽ ലോസ് യൂണിറ്റ്സ് 1000 യൂണിറ്റ് നമ്മൾ കണ്ടെത്തിയായിരുന്നല്ലോ. അതായത് 19,000 യൂണിറ്റ്സിൻ്റെ കോസ്റ്റാണ് 59,850 എങ്കിൽ അബ്നോർമൽ ലോസായ 1000 യൂണിറ്റിൻ്റെ കോസ്റ്റ് എത്ര? 3,150 എന്ന് വരും. ഇത് 59,850 ഡിവൈഡ് ബൈ 19,000 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഫോർ 1 യൂണിറ്റ് കിട്ടും. ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് ഈ പാർട്ടിൽ നിന്നും കിട്ടും. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 1000 യൂണിറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം കോസ്റ്റ് ഓഫ് 1000 യൂണിറ്റ്സ് കിട്ടും. ദാറ്റ് ഇസ് 3,150. അങ്ങനെ നമ്മൾക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ഫിഗർ കിട്ടി. ഏതാണ്? അബ്നോർമൽ ലോസ്. 1000 യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 3,150 റുപ്പീസ്. ഇനി ഒരു മിസ്സിംഗ് ഫിഗറും കൂടെ ഉണ്ടല്ലോ, എമൗണ്ട് കോളം. എന്താണ്? 18,000 യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് എത്രയാണ്? അതിന് എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? ഡെബിറ്റ് സൈഡ് ടോട്ടലിൽ നിന്നും ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ മൈനസ് ചെയ്താൽ മതിയാവും. ഡെബിറ്റ് സൈഡ് ടോട്ടൽ എത്രയാണ്? 60,010 റുപ്പീസ്. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ എന്ന് പറയുന്നത് 160 പ്ലസ് 3,150. അത് മൈനസ് ചെയ്യുമ്പം നമുക്ക് എത്ര വരും? 56,700 റുപ്പീസ്. 56,700 എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടായ 18,000 യൂണിറ്റ്സിന് ഇൻകർ ചെയ്ത കോസ്റ്റാണ്. എങ്കിൽ ഒരു യൂണിറ്റിന് എത്ര ആവും എന്ന് കൂടി ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇതെന്ന് പറയുന്നത് പ്രോസസ് ബിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണ്? 56,700 ഡിവൈഡ് ബൈ 18,000 ദാറ്റ് ഇസ് 3.15 റുപ്പി പെർ യൂണിറ്റ് ആണ്. ഇപ്പോൾ ഈ സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും ഒരു യൂണിറ്റിന് എത്ര രൂപ കോസ്റ്റ് ആയിട്ടുണ്ട്? പ്രോസസ് എ കഴിഞ്ഞപ്പോഴത്തേക്കും 3.15 റുപ്പി പെർ യൂണിറ്റ് കോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയും കിടപ്പുണ്ട് ഫിനിഷ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സും കൂടെ. ഇനി അടുത്ത പ്രോസസ്സിലോട്ട് പോവാം. പ്രോസസ് ബിയിൽ വരുമ്പം എയുടെ ഔട്ട്പുട്ടാണ് 18,000. ഇത് എന്താവും? പ്രോസസ് ബിയിൽ ഇൻപുട്ടാവും. അത് വെച്ച് വേണം നമ്മൾ തുടങ്ങാനായിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് പ്രോസസ് ബി അക്കൗണ്ട്. പ്രോസസ് ബി അക്കൗണ്ട് മറ്റതുപോലെ തന്നെ വരച്ചെടുക്കുക. എന്നിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത്? പ്രോസസ് എയിലെ ഔട്ട്പുട്ടാണ് പ്രോസസ് ബിയിൽ ഇൻപുട്ടായിട്ട് വരുന്നത്. ഇപ്പോൾ പ്രോസസ് എ അക്കൗണ്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് 18,000 യൂണിറ്റ്സ്. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 56,700 റുപ്പീസ്. ഇനി പ്രോസസ് ബിയിലേക്ക് ഇൻകർ ചെയ്ത് എക്സ്പെൻസുകൾ 1 by 1 ആയിട്ട് റെക്കോർഡ് ചെയ്യുക. ഫസ്റ്റ് വൺ മെറ്റീരിയൽ 12,000, ദെൻ ഡിറക്റ്റ് ലേബർ 16,000, ദെൻ മാനുഫാക്ചറിങ് എക്സ്പെൻസ് 6,000. ഇത്രയും കഴിഞ്ഞ് ഇനി വേറെ എക്സ്പെൻസ് ഒന്നുമില്ല റെക്കോർഡ് ചെയ്യാൻ. ഇനി അടുത്ത് എന്താ നോക്കേണ്ടത്? എക്സ്പെൻസുകളെല്ലാം റെക്കോർഡ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തെങ്കിലും നോർമൽ ലോസ് ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ക്വസ്റ്റനിൽ പറയുന്നുണ്ടല്ലോ പ്രോസസ് ബിയിലും നോർമൽ ലോസ് ഉണ്ട്. അതെങ്ങനെയാണ് പറഞ്ഞിരുന്നത്? ആ പെർട്ടിക്കുലർ പ്രോസസ്സിൻ്റെ ഇൻപുട്ടിൻ്റെ എത്ര ശതമാനം എന്നാണ്?
10% എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെയും നോർമൽ ലോസ് ഉണ്ട്. നോർമൽ ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടിൽ കുറവ് സംഭവിക്കും. അതുകൊണ്ട് എവിടെ പോസ്റ്റ് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ നോർമൽ ലോസ് എന്ന് എഴുതിയിട്ട് എന്താ ഹിൻഡ് പറഞ്ഞിരുന്നത്? ഇൻപുട്ടിൻ്റെ 10%. ഇവിടുത്തെ ഇൻപുട്ട് എത്രയാണ്? 18,000. 18,000 10%, ദാറ്റ് ഇസ് 1,800 യൂണിറ്റ്സ് ആണ് നോർമൽ ലോസായി പോകുന്നത്. ഓക്കെ, ഇനി എന്താ നോർമൽ ലോസ് യൂണിറ്റ്സ് എഴുതി. ഇനി അടുത്ത് എന്താ ചിന്തിക്കേണ്ടത്? ഈസ് ദെയർ എനി സ്ക്രാപ്പ് വാല്യൂ ഫോർ ദിസ് നോർമൽ ലോസ്? സ്ക്രാപ്പ് വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് അതും ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. പ്രോസസ് ബിക്കും സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്. എത്ര എന്നാണ്? 20 റുപ്പീസാണ്. ഒരു യൂണിറ്റിനല്ല, എങ്ങനെയാണ് തന്നിരുന്നത് ഹിൻഡ്? 100 യൂണിറ്റ്സിനാണ് 20 റുപ്പീസ് എങ്കിൽ നമുക്ക് എന്താ അറിയേണ്ടത്? 1,800 യൂണിറ്റ്സിന് എത്ര റുപ്പീസ് ആവുമെന്ന്. സോ 1,800 times 20 divided by 100, that is 360 rupees. 360 റുപ്പീസാണ് ആവുന്നത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ചിന്തിക്കാം? ഒരു യൂണിറ്റിന് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? 20 രൂപ എന്ന് പറയുന്നത് 20 റുപ്പീസ് എന്ന് പറയുന്നത് എത്ര യൂണിറ്റ്സിനാണ്? 100 യൂണിറ്റ്സിനാണ്. എങ്കിൽ ഒരു യൂണിറ്റിന് എത്ര വരും? 0.20 റുപ്പിയാണ്, അതായത് 20 പൈസ. എങ്കിൽ 1,800 യൂണിറ്റ്സിന് എത്രയാണ്? എന്ത് ചെയ്താൽ മതി? 0.20 times 1,800, ദാറ്റ്സ് ഈക്വൽ ടു 360 റുപ്പീസ്. ഈ രീതിയിൽ ചിന്തിച്ച് എഴുതിയാൽ മതിയാവും. നോർമൽ ലോസ് യൂണിറ്റ്സും നമ്മൾ കണ്ടെത്തി, അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂം റെക്കോർഡ് ചെയ്ത്. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ പ്രോസസ് ബി എന്നുള്ള ഔട്ട്പുട്ട്. അതും ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. പ്രോസസ് ബി എന്ന ഔട്ട്പുട്ട് എത്ര കിട്ടിയെന്നാണ്? 16,600 യൂണിറ്റ്സ് ആണ് പ്രോസസ് ബി എന്നുള്ള ഔട്ട്പുട്ട്. ഇതാണ് ലാസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്താം? ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യാം. സോ ഫിനിഷ്ഡ് സ്റ്റോക്ക് എത്ര എന്ന് എഴുതണം? 16,600 യൂണിറ്റ്സ്. അപ്പോൾ ഇത്രയും എഴുതി, പക്ഷേ ഇതിൻ്റെ എമൗണ്ട് ഒന്നും കണ്ടെത്തിയില്ല. അതിന് ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഇനി എന്താ ചെയ്യേണ്ടത്? യൂണിറ്റ് കോളം ടോട്ടൽ ചെയ്ത് നോക്കുക, ടാലി ചെയ്ത് നോക്കുക. അപ്പോൾ യൂണിറ്റ് കോളം ഈക്വൽ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് പ്രൊസീഡ് ചെയ്യാം. പക്ഷേ യൂണിറ്റ് കോളം ഈക്വൽ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരാം? ഒന്നിൽ അബ്നോർമൽ ലോസ്, അല്ലാന്നുണ്ടെങ്കിൽ അബ്നോർമൽ ഗെയിൻ. ഇവിടെ എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞ് യൂണിറ്റ് കോളം ടോട്ടൽ ചെയ്യാൻ പോവുകയാണേ. ഡെബിറ്റ് സൈഡിൽ എത്രയാണ് ടോട്ടൽ? 18,000 ആണ്. ഡെബിറ്റ് സൈഡ് ടോട്ടൽ 18,000. ഈ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ നോക്കേ, 1,800 പ്ലസ് 16,600. ഇതെന്ന് പറയുന്നത് 16,600 പ്ലസ് 1,800 ടോട്ടൽ ചെയ്യുമ്പം 18,400 എന്നാണ് വരുന്നത്. ഓക്കെ, ഇത് ക്രെഡിറ്റ് സൈഡ് ടോട്ടലാണ് ഗ്രേറ്റർ ആയിട്ട് നിൽക്കുന്നത്. ഡെബിറ്റ് സൈഡ് ടോട്ടലിൽ എത്രയേ ഉള്ളൂ? 18,000. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 400 യൂണിറ്റ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് എവിടെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ഡെബിറ്റ് സൈഡല്ലേ കുറവ്. ഡെബിറ്റ് സൈഡിൽ ഈ ഡിഫറൻസിനെ റെക്കോർഡ് ചെയ്യാം, 400 യൂണിറ്റ്സ് എന്ന്. ഇതിനെ എന്തെന്നാ പറയുന്നത്? ക്രെഡിറ്റ് സൈഡിലായിരുന്നെങ്കിൽ നമ്മൾ അതിനെ അബ്നോർമൽ ലോസ് എന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല, ഡെബിറ്റ് സൈഡിലാണ് ഡിഫറൻസ് വന്നത്. സോ ദിസ് ഇസ് നോൺ ആസ് അബ്നോർമൽ ഗെയിൻ. അപ്പോൾ പ്രോസസ് ബിയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? അബ്നോർമൽ ഗെയിൻ ആണ് സംഭവിച്ചിരിക്കുന്നത് പ്രോസസ് ബിയിൽ. ഓക്കെ, ഇനി എന്താ വേണ്ടത്? അബ്നോർമൽ ഗെയിനിൻ്റെ എമൗണ്ടും കണ്ടെത്തണം. പിന്നീട് എന്തും വേണം? ഫിനിഷ്ഡ് സ്റ്റോക്കായ 16,600 യൂണിറ്റ്സിൻ്റെ കോസ്റ്റും കണ്ടെത്തണം. അബ്നോർമൽ ഗെയിൻ്റെ കോസ്റ്റും നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടായ 16,600 യൂണിറ്റ്സിൻ്റെ കോസ്റ്റും കണ്ടെത്തണം. രണ്ടും കൂടെ ഒരുമിച്ച് പറ്റില്ലല്ലോ. ആദ്യം ഒരെണ്ണത്തിനെ സോൾവ് ചെയ്ത് കണ്ടെത്തുക, എന്നിട്ട് മറ്റേത് ബാലൻസ് ചെയ്ത് ഡിറ്റർമിൻ ചെയ്യുക. ഇതാണ് നമ്മൾ സാധാരണ ഫോളോ ചെയ്യാറുള്ള പ്രൊസീജിയറും. ഇവിടെ അതുപോലെ തന്നെ ആദ്യം എന്താണ്? അബ്നോർമൽ ഗെയിനായ 400 യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് കണ്ടെത്തണം. അത് റെക്കോർഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്ത് ഏതിൻ്റെ കോസ്റ്റ് കണ്ടെത്താം? 16,600 റുപ്പീസിൻ്റെ കോസ്റ്റ് കണ്ടെത്താം. ഇനി അബ്നോർമൽ ഗെയിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. അബ്നോർമൽ ഗെയിൻ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പോകുന്നത്. നമ്മൾ ഈ പ്രോസസ്സിൽ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന എത്രയാണ്? 18,000 യൂണിറ്റ്സ് അല്ലേ ഇൻപുട്ട്. ഇതിൽ നമ്മൾ എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു? ഇതിൻ്റെ 10% നോർമൽ ലോസായി നഷ്ടപ്പെടും. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എത്ര യൂണിറ്റ്സ് നഷ്ടപ്പെടുമെന്നാണ്? 1,800 യൂണിറ്റ് നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കി നഷ്ടപ്പെടുമെന്ന്. അതായത് നമ്മൾ ഫൈനലി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് എത്രയാണ്? 18,000 മൈനസ് 1,800, ദാറ്റ് ഇസ് 16,200 യൂണിറ്റ് ആയിരിക്കും നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 18,000 മൈനസ് 1,800 എന്ന് പറയുന്നത് എത്രയാണ്? 16,200 എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നോക്കിയാൽ നമുക്ക് കിട്ടിയത് എത്രയാണ്? 16,200-നേക്കാട്ടി കൂടുതലാണ് നമ്മുടെ ഔട്ട്പുട്ട്. എത്ര വന്നു? 16,600. അതായത് അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും നോർമൽ ലോസ് ഇവിടെ സംഭവിച്ചിട്ടില്ല.
ഓക്കെ, കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 16,200 കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എത്ര കിട്ടി? 16,600, അതായത് 400 യൂണിറ്റ്സ് ഗെയിൻ ആണ് ഉണ്ടായത്. അതാണ് ഈ ഗെയിൻ, ഇവിടെ റെക്കോർഡ് ചെയ്ത ഗെയിൻ. അത് ജസ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, യൂണിറ്റ് കോളം ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അബ്നോർമൽ ലോസ് ആണോ ഗെയിൻ ആണോ എന്ന്. അതിൻ്റെ കോൺസെപ്റ്റാണ് ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. ഓക്കെ, ഇനി നമുക്ക് അബ്നോർമൽ ഗെയിനിൻ്റെ കോസ്റ്റ് കണ്ടെത്താം. അബ്നോർമൽ ഗെയിൻ്റെ കോസ്റ്റ് കണ്ടെത്തുന്നത് അബ്നോർമൽ ലോസിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് കണ്ടെത്തിയത്, ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എന്താണ് ഫോർമുല വരുന്നത്? ഫോർമുല എന്ന് പറയുന്നത് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ടൈംസ് യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ എന്ന് വരും. ഓക്കെ, നോക്കാം. ഇത് ഫോർമുല ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. കോസ്റ്റ് ഓഫ് അബ്നോർമൽ ഗെയിൻ ലോസിൻ്റെ പോലെ തന്നെ നോർമൽ കോസ്റ്റ് ഓഫ് normal output divided by normal output into units of abnormal gain. നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ പ്രോസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ടോട്ടലാണ് കോസ്റ്റ്. അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡിഡക്റ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് നെറ്റ് കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നോക്കിയേ, ഡെബിറ്റ് സൈഡ് നിന്നാണ് കോസ്റ്റ് കിട്ടുന്നത്. 56,700 പ്ലസ് 12,000 പ്ലസ് 16,000 പ്ലസ് 8,000 നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റ് 92,700 എന്നാണ് വരുന്നത്. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്തെടുക്കുമ്പം 92,700 എന്ന് നമുക്ക് കിട്ടും. 92,700 ആണ് കോസ്റ്റ് എങ്കിലും അത് കുറച്ച് കുറയും. എന്തുകൊണ്ടാണ്? നമുക്ക് അവിടെ നിന്ന് ഒരു ഇൻകം കിട്ടിയിട്ടുണ്ട്. എത്ര രൂപയുടെ? 360 റുപ്പീസിൻ്റെ ഒരു ഇൻകം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കോസ്റ്റ് അത്രയും കണ്ട് കുറയും. അതാണ് നമ്മുടെ ന്യൂമറേറ്റർ. അപ്പോൾ ന്യൂമറേറ്റർ എത്ര വരും? 92,700 നിന്നും 360 റുപ്പീസ് കുറയ്ക്കണം. ഈ കിട്ടിയ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്ന ഇൻകം കുറയ്ക്കുക. ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. നോർമൽ ഔട്ട്പുട്ട് എന്താണ്? നമ്മുടെ ഫൈനലി കിട്ടിയ ഔട്ട്പുട്ടിനെ അല്ല നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നോർമൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഓരോ പ്രോസസ്സിൻ്റെയും ഇൻപുട്ടിൽ നിന്നും, അതാത് പ്രോസസ്സിൻ്റെ ഇൻപുട്ടിൽ നിന്നും എന്തിനെ മാറ്റിക്കളയുക? നോർമൽ ലോസ് ഉണ്ടെങ്കിൽ നോർമൽ ലോസ് യൂണിറ്റ്സ് ഡിഡക്റ്റ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് നോർമൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഇൻപുട്ട് എന്ന് പറയുന്നത് 18,000 യൂണിറ്റ്സ്. അതിൽ നിന്നും ഇവിടുത്തെ നോർമൽ ലോസ് യൂണിറ്റ്സ് ആയ 1,000നെ മാറ്റുക. മാറ്റുമ്പോൾ എത്ര വരും? 1,000 അല്ല, 1,800 ആണ്. 18,000 മൈനസ് നോർമൽ ലോസസ് 1,800നെ മാറ്റുമ്പോൾ എത്ര വരും? 16,200 യൂണിറ്റ്സ് ആണ് നമ്മുടെ നോർമൽ ഔട്ട്പുട്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അതല്ലേ? 18,000 യൂണിറ്റ്സ് ഇൻപുട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 1,800 യൂണിറ്റ്സ് എന്തായാലും നഷ്ടപ്പെടും. നമുക്ക് എത്രയേ കിട്ടത്തുള്ളൂ? 16,200. പക്ഷേ ഇവിടെ ഫൈനൽ ഔട്ട്പുട്ട് ഇതല്ല കേട്ടോ. സോ 92,340 ഡിവൈഡഡ് ബൈ 16,200. ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ് കിട്ടും. എങ്കിൽ 400 യൂണിറ്റ്, ഇതല്ല നമ്മുടെ അബ്നോർമൽ ഗെയിൻ്റെ യൂണിറ്റ്സ്. എങ്കിൽ 400 യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് എത്രയാണ്? 400 യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് എത്രയാണ്? 2,280 റുപ്പീസിൻ്റെ ഒരു ഗെയിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 400 യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് കിട്ടിയല്ലോ. ഇനി അതിനെ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, മാനുഫാക്ചറിങ് എക്സ്പെൻസ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അബ്നോർമൽ ഗെയിൻ 400 യൂണിറ്റ്സ്. അതിൻ്റെ കോസ്റ്റ് ഇപ്പം നമ്മൾ കണ്ടെത്തി. ഇറ്റ് ഈസ് 2,280 റുപ്പീസ്. ഇനി എന്ത് ചെയ്യുക? ഇനി നമുക്ക് നമ്മുടെ ഫിനിഷ്ഡ് സ്റ്റോക്കായ 600 യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് അറൈവ് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് സൈഡ് ടോട്ടലിൽ നിന്നും ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ മൈനസ് ചെയ്താൽ മതി. ഡെബിറ്റ് സൈഡ് ടോട്ടൽ ഇപ്പം ഒരെണ്ണവും കൂടെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. മുന്നേ നമുക്ക് ആദ്യത്തെ 4 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് 92,700 സംതിങ് ടോട്ടൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പുതിയൊരു ഐറ്റവും കൂടെ വന്നു ചേർന്നു. അബ്നോർമൽ ഗെയിനിൻ്റെ ഫിഗർ 2,280. ഇപ്പം എത്രയായി? 94,980 റുപ്പീസ്. അതിൽ നിന്നും നോർമൽ ലോസിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്യുക, 360 റുപ്പീസ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടായ 16,600 യൂണിറ്റ്സിൻ്റെ കോസ്റ്റ്, ദാറ്റ് ഇസ് 94,620 റുപ്പീസ്. അപ്പോൾ ഇതാണ് പ്രോസസ് ബി അക്കൗണ്ട്. അപ്പം എൻ്റെ മീനിങ് എന്താ? 16,600 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ ഇൻകർ ചെയ്ത കോസ്റ്റാണ് 94,620 റുപ്പീസ്. എങ്കിൽ ഒരു യൂണിറ്റിന് എത്രയാണ്? എന്ത് ചെയ്താൽ മതി? 94,620 ഡിവൈഡഡ് ബൈ 16,600, ദാറ്റ് ഇസ് 5.7 റുപ്പീസ് പെർ യൂണിറ്റ്. നമ്മുടെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു യൂണിറ്റ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിന്, അത് പ്രോസസ്സ് ചെയ്യും പ്രോസസ് ബിയിൽ എല്ലാം കൂടെ എക്സ്പെൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു യൂണിറ്റ് പ്രോസസ്സ് എടുക്കുന്നതിന് എത്ര രൂപയാവും? 5.7 റുപ്പീസ് ആവും. ആദ്യത്തെ പ്രോസസ്സ് കഴിഞ്ഞപ്പം 3.15 റുപ്പി ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വീണ്ടും കുറച്ചും കൂടെ കൂടി അങ്ങനെ ഫൈനലി എത്രയായി? 5.7 റുപ്പി പെർ യൂണിറ്റ് ആയി കോസ്റ്റ്. ഇനി എന്താണ്? ഇനി നമുക്ക് നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. നോർമൽ ലോസ് അക്കൗണ്ടിൻ്റെ ഫോമാറ്റൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ.
നോർമൽ ലോസ് അക്കൗണ്ട് ആദ്യം വരച്ചെടുക്കുക. പ്രോസസ് അക്കൗണ്ടിൻ്റെ സെയിം ഫോർമാറ്റാണ്. യൂണിറ്റ് കോളം എമൗണ്ട് കോളം എല്ലാം പ്രൊവൈഡ് ചെയ്യണം. ഇനി എന്താ നോക്കേണ്ടത്? പ്രോസസ് അക്കൗണ്ടുകൾ രണ്ടെണ്ണം നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇതിൽ നിന്ന് എന്തെങ്കിലും നോർമൽ ലോസ് വരുന്നുണ്ടോ? ഉണ്ടല്ലോ. പ്രോസസ് എയിലും നോർമൽ ലോസ് ഉണ്ട്, പ്രോസസ് ബിയിലും നോർമൽ ലോസ് ഉണ്ട്. അല്ലേ, നോർമൽ ലോസ് ഇവിടെ കിടക്കുമല്ലേ. പ്രോസസ് എയുടെ ക്രെഡിറ്റ് സൈഡിലും പ്രോസസ് ബിയുടെ ക്രെഡിറ്റ് സൈഡിലും ഉണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് എൻട്രി പോസ്റ്റ് ചെയ്യുക. പ്രോസസ് എയിൽ നിന്നും 1000 യൂണിറ്റ് 160 rupees, പ്രോസസ് ബിയിൽ 1800 യൂണിറ്റ്സ് എത്ര രൂപയാണ്? 360. ആ കറസ്പോണ്ടിങ് പോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് വിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്? സ്ക്രാപ്പ് വാല്യൂന് ഇത് വിൽക്കും എന്ന് പറഞ്ഞിട്ടില്ലയോ? സ്ക്രാപ്പ് വാല്യൂന് വിൽക്കാൻ നേരം കിട്ടിയ ക്യാഷിനെ എൻ്റർ ചെയ്യുക. ഇത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. വിൽക്കുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു നോർമൽ ലോസ് എന്നാണ് എൻട്രി വരുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ പോസ്റ്റ് ചെയ്യും? ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് എഴുതുക. ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് എഴുതിയിരിക്കുന്നത്. പ്രോസസ് എയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്, പ്രോസസ് ബിയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. പ്രോസസ് എ എത്ര യൂണിറ്റ്സ് ആണ് നോർമൽ ലോസ് ആയി പോയത്? 1000 യൂണിറ്റ്. അത് നമ്മൾ എത്ര രൂപയ്ക്ക് വിൽക്കുന്നെന്ന് പറയുന്നത്? 100 യൂണിറ്റിന് 16 രൂപ വെച്ച്. അങ്ങനെ 1000 യൂണിറ്റിന് എത്ര രൂപ കിട്ടി? 160 rupees ലഭിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ പ്രോസസ് ബി. പ്രോസസ് ബിയിൽ നോർമൽ ലോസ് സംഭവിച്ചിരിക്കുന്നത് എത്ര യൂണിറ്റ്സിനാണെന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? 1800 യൂണിറ്റ്സിനാണ് നോർമൽ ലോസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വരുമ്പം സൂക്ഷിക്കണം, അബ്നോർമൽ ഗെയിൻ ആണ് അവിടെ ആയത്. അപ്പം എന്താ അതിൻ്റെ മീനിങ്? നമ്മൾ പ്രതീക്ഷ പോലെ 1800 യൂണിറ്റ്സ് നോർമൽ ലോസ് ആയിട്ടില്ല. കാരണം എന്താണ്? അവിടെ ഒരു അബ്നോർമൽ ഗെയിൻ ഉണ്ടായിരുന്നു. 400 യൂണിറ്റ് ഗെയിനാണ് ലഭിച്ചത്. അതായത് നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷ പോലെ 1800 യൂണിറ്റ്സ് അല്ല നോർമൽ ലോസ്. എത്രയേ ഉള്ളൂ? 1800-ൽ 400 യൂണിറ്റ്സ് ഗുഡ് യൂണിറ്റ്സ് ആയി കിട്ടുവാണ് നമുക്ക് ചെയ്തത്. നമുക്ക് നോർമൽ ലോസ് ആയി പോകുന്നത് എത്ര യൂണിറ്റ്സേ ഉള്ളൂ? 1400 യൂണിറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കെയർഫുൾ ആയിരിക്കണം. എവിടെയെങ്കിലും അബ്നോർമൽ ഗെയിൻ ഉണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ലോസ് അത്രയും കണ്ട് കുറയും. അത് ഓർത്ത് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഈ 1800 യൂണിറ്റ്സ് സ്ക്രാപ്പ് വാല്യൂവിന് വിൽക്കാൻ പാടില്ല. കാരണം അതിൽ 400 യൂണിറ്റ് ഗുഡ് യൂണിറ്റ് അല്ലേ, നമുക്ക് കസ്റ്റമേഴ്സിന് വിട്ടൂടെ അതിൻ്റെ ആക്ച്വൽ പ്രൈസിന്. അതുകൊണ്ട് ഇവിടെ എത്രയും സ്ക്രാപ്പ് വാല്യൂവിന് വിൽക്കാൻ പാടുള്ളൂ? 1400 യൂണിറ്റ്സേ വിൽക്കാൻ പാടുള്ളൂ. എത്ര രൂപ വെച്ച്? 100 യൂണിറ്റിന് 20 രൂപയെന്ന്. അപ്പോൾ ഒരു യൂണിറ്റിന് 0.20 അല്ല. അപ്പോൾ എത്ര കിട്ടത്തുള്ളൂ? സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് 280 rupees ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് ഓർത്ത് വെച്ചോണം. ഇനി ഒരു ഇടവും കൂടെ ഉണ്ട്. നമ്മളിവിടെ പക്ഷേ എന്താ പോസ്റ്റ് ചെയ്ത് പോയത്? 1800 നോർമൽ ലോസ് സംഭവിക്കുമെന്നാണ് അല്ലേ. ഇവിടെ ആദ്യം ഓക്കെ, ഡെബിറ്റ് സൈഡിൽ 1800 നോർമൽ ലോസ് സംഭവിക്കുമെന്നങ്ങ് പോസ്റ്റ് ചെയ്ത് പോയി. പക്ഷെ അത്രയും സംഭവിച്ചില്ലല്ലോ. 1800 ഒന്നും നഷ്ടപ്പെട്ടില്ല. അതിൽ 400 ഗെയിൻ ചെയ്യുവാണ് ചെയ്തത്. അപ്പോൾ ഇത് കുറയ്ക്കണ്ടേ? ഈ 1800 മാറ്റി നമുക്കിവിടെ എത്ര ആക്കണം? 1400 ആക്കണം. നമ്മൾ സാധാരണ ഇറേസ് ചെയ്തല്ല ചെയ്യുന്നത്, അതിനൊരു എൻട്രി പാസ് ചെയ്താണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്ത് ചെയ്താൽ മതി? ഇത് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് സൈഡിൽ അതിന് എന്തെന്നും പറഞ്ഞ് എഴുതുക. ആക്ച്വലി ഇറ്റ് ഇസ് അബ്നോർമൽ ഗെയിൻ. അബ്നോർമൽ ഗെയിൻ ഓഫ് ഹൗ മെനി യൂണിറ്റ്സ്? 400 യൂണിറ്റ്സ്. ഇപ്പോൾ 1800-ൽ നിന്നും 400 ഡിഡക്റ്റ് ആയി പോയെന്നല്ലേ മീനിങ്. ഇപ്പം നെറ്റ് ഇഫക്റ്റ് ഇവിടെ എത്രയേ ഉള്ളൂ? 1400 തന്നെ ഉള്ളൂ. ഇറ്റ്സ് കറക്റ്റ്. നമ്മൾ കറക്റ്റ് ചെയ്തെടുത്തു. ഇനി എന്ത് ചെയ്യണം? ഈ 400 യൂണിറ്റിൻ്റെ കോസ്റ്റ് കണ്ടെത്തണം. എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് സൈഡ് ഫിഗറിൽ നിന്നും ഡെബിറ്റ് സൈഡ് ടോട്ടൽ എത്ര? 520 നിന്നും എന്തിനെ മൈനസ് ചെയ്താൽ മതി? 160 + 280 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അബ്നോർമൽ ഗെയിനായ 400 യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് കിട്ടും, 80 rupees. അപ്പം അതും മനസ്സിലായല്ലോ എങ്ങനെയാണ് നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇഫ് ദർ ഇസ് അബ്നോർമൽ ഗെയിൻ. ഓർത്തോണം, അബ്നോർമൽ ഗെയിൻ ഉണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ലോസ് അത്രയും കണ്ടങ്ങ് കുറയും. പക്ഷെ ആദ്യം പോസ്റ്റ് ചെയ്യുന്ന ഈ കറസ്പോണ്ടിങ് എൻട്രി പോസ്റ്റ് ചെയ്യുമ്പം അതുപോലെ സെയിം ഫിഗർ ഫുൾ ലോസ് എഴുതണം. എന്നിട്ട് പിന്നീട് നിങ്ങളിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ആർക്ക് മാത്രമേ ഉള്ളൂ? പ്രോസസ് ബിക്കേ ഉള്ളൂ അബ്നോർമൽ ഗെയിൻ. പ്രോസസ് ബിക്ക് മാത്രമേ അബ്നോർമൽ ഗെയിൻ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രോസസ് ബി എന്നുള്ള കറസ്പോണ്ടിങ് എൻട്രി ആയിരിക്കും വരുന്നത്. ഓക്കെ, പ്രോസസ് ബിയിൽ അബ്നോർമൽ ഗെയിൻ കണ്ടോ വന്നത്? നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത അക്കൗണ്ടാണ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് എൻട്രി എവിടോട്ട് വരും? ഈ അബ്നോർമൽ എൻട്രി അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൽ വരും. ഏത് സൈഡിൽ വരും? അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരും. അതാദ്യം നമുക്ക് പോസ്റ്റ് ചെയ്യാം. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് അല്ലേ, സോറി, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. ആദ്യം ആ കറസ്പോണ്ടിങ് എൻട്രി പ്രോസസ് ബി അക്കൗണ്ടിൽ നിന്നാണ്. കാരണം എയിൽ ഗെയിൻ അല്ല, ലോസ് ആണ് സംഭവിച്ചത്. പ്രോസസ് ബി 400 യൂണിറ്റ്സ്, അതിൻ്റെ കോസ്റ്റ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു 2280 rupees. ഓക്കെ, ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഗെയിൻ എന്ന് പറയുന്ന ഈ ഗെയിൻ നമ്മൾ എവിടോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്? എന്ത് ഗെയിൻ ഉണ്ടെങ്കിലും നമ്മളത് കോസ്റ്റിംഗ്
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പക്ഷേ ഈ ഫുൾ എമൗണ്ട്, അതായത് 2280 rupees നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ആ നോർമൽ ലോസിൻ്റെ കുറച്ച് പോർഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നോർമൽ ലോസ് സംഭവിച്ചത് വിറ്റ് കുറച്ച് ഇൻകം കിട്ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റണം. അതെവിടെ നിന്നാണ്? നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത നോർമൽ ലോസ് അക്കൗണ്ടിൽ അബ്നോർമൽ ഗെയിൻ്റെ ഒരു കറസ്പോണ്ടിങ് എൻട്രി ഉണ്ടോ? അബ്നോർമൽ ഗെയിൻ 400 units, അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 80, അതിനെ ഇങ്ങ് മാറ്റണം. അപ്പോൾ അതിൻ്റെ എൻട്രി എവിടെ വരും? അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ നോർമൽ ലോസ് 400 units, അതിൻ്റെ കോസ്റ്റ് 80 rupees. അപ്പോൾ ഈ 2280 നിന്നും എത്ര ഇങ്ങ് മാറ്റണം? 80 rupees ഇങ്ങ് മാറ്റണം. മാറ്റുമ്പം നമ്മുടെ കോസ്റ്റിംഗ് പിയാനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് എത്രയേ ഉള്ളൂ? ആക്ച്വൽ ഗെയിൻ എത്രയേ ഉള്ളൂ? 2200 rupees ഉള്ളൂ. ഇവിടെ കുറച്ച് എക്സ്ട്രാ ഗെയിൻ കയറി വന്നായിരുന്നു. കാരണം ആ നോർമൽ ലോസ് വിറ്റ് ക്യാഷ് കിട്ടിയെന്നുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അതിനെ നമ്മളിപ്പോൾ റിമൂവ് ചെയ്തു. 80 ഇങ്ങ് റിമൂവ് ചെയ്തു. അങ്ങനെ നമുക്ക് ആക്ച്വൽ ഗെയിൻ എത്രയേ ഉള്ളൂ? 2200 rupees ഉള്ളൂ. ഇവിടെ ഈ 5 ഞാൻ അറിയാതെ എഴുതിയതാണ്, അത് വേണ്ട കേട്ടോ. നമ്മുടെ യൂണിറ്റ് കോളവും എമൗണ്ട് കോളവും എല്ലാം ഈക്വലായി. അപ്പോൾ ഇതാണ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ അത് ഓർത്ത് വെച്ച് തന്നെ ഇതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി അടുത്ത് അബ്നോർമൽ ലോസ് അക്കൗണ്ട്. ലോസ് അക്കൗണ്ട് ലാസ്റ്റ് വീഡിയോയിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടതാണ്. എങ്കിലും ഈ പ്രോബ്ലത്തിൻ്റെ അബ്നോർമൽ ലോസ് അക്കൗണ്ടും കൂടെ നോക്കാം നമുക്കൊന്ന്. അബ്നോർമൽ ലോസ് ആർക്കേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ? പ്രോസസ് എയ്ക്കേ ഉള്ളൂ. അപ്പോൾ അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞ് പ്രോസസ് എ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിൽ വന്നിട്ടുണ്ട്? ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ അബ്നോർമൽ ലോസ് എത്ര യൂണിറ്റ്സ്? 1000 unit, അതിൻ്റെ കോസ്റ്റ് 3150 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ കറസ്പോണ്ടിങ് എൻട്രി അബ്നോർമൽ ലോസ് അക്കൗണ്ടിലോട്ട് വരും. ഏത് സൈഡിൽ? ഡെബിറ്റ് സൈഡിൽ. പ്രോസസ് എ എന്നല്ലേ 1000 unit, അതിൻ്റെ കോസ്റ്റ് 3150 rupees. ഓക്കെ, ലോസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഈ ലോസിന് നമുക്ക് സ്ക്രാപ്പ് വാല്യൂവിന് വിൽക്കാം. നമ്മൾ എന്ത് ചെയ്യും? സ്ക്രാപ്പ് വാല്യൂവിന് വിൽക്കുമ്പം നമുക്ക് ക്യാഷ് കിട്ടും. സോ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അബ്നോർമൽ ലോസ്. ഇപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് സൈഡിലല്ലേ റെക്കോർഡ് ചെയ്യുന്നത്? ക്യാഷ് ഫ്രം പ്രോസസ് എയ്ന്ന് എത്ര? 1000 unit വിൽക്കാമല്ലോ. ലോസ് അല്ലേ? ലോസ് അതിനകത്ത് ഗെയിൻ ഒന്നുമില്ല. ലോസ് 1000 unit വിറ്റു. എത്ര രൂപയ്ക്കാണ്? 0.16 rupee. അതായത് ക്വസ്റ്റ്യനിൽ 100 unitന് 16 രൂപ എന്നാണ് പറയുന്നത്. എങ്കിൽ ഒരു യൂണിറ്റിന് എത്രയാണ്? 0.16. അത് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. 1000 into 0.16, ദാറ്റ് ഈസ് 160 rupees നമുക്ക് സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നഷ്ടം എന്താണ്? ഈ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് കമ്പനി ഏറ്റെടുക്കേണ്ട നഷ്ടമാണ്. കാരണം കമ്പനിയുടെ കെയർലെസ്നെസ് കൊണ്ടാണ് ഈ അബ്നോർമൽ ലോസ് സംഭവിക്കുന്നത്. അത് നമുക്ക് ആരെ അടിച്ചേൽപ്പിക്കാൻ പറ്റുകയില്ല? കസ്റ്റമേഴ്സിൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റുകയില്ല. വി കനോട്ട് റിക്കവർ ദിസ് കോസ്റ്റ് ഫ്രം ദി കസ്റ്റമർ. ഇത് ആര് തന്നെ സഹിച്ചോണം? ഈ കോസ്റ്റ് കമ്പനി തന്നെ സഹിക്കണം. സോ ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദിസ് ലോസ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു കമ്പനീസ് കോസ്റ്റിംഗ് ആൻഡ് പി ആൻഡ് എൽ അക്കൗണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ബാലൻസിന് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്? കോസ്റ്റിംഗ് ആൻഡ് പി ആൻഡ് എൽ. എത്ര രൂപയാണ് നഷ്ടമായി പോകുന്നത്? 2990. ആക്ച്വലി നമുക്ക് നഷ്ടപ്പെടാൻ ഇരുന്നത് 3150 ആയിരുന്നു. പക്ഷേ അത് നിന്ന് കുറച്ചു സ്ക്രാപ്പ് വാല്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് ഗെയിൻ കിട്ടി. 160 rupees ഗെയിനായിട്ട് കിട്ടി, അതായത് ഒരു ഇൻകമായിട്ട് കിട്ടി. അങ്ങനെ നമ്മുടെ നെറ്റ് ലോസ് എത്രയേ വരുന്നുള്ളൂ? 2990. It should be transferred to costing P&L account. അബ്നോർമൽ ഗെയിൻ ആയിരുന്നപ്പം നേരെ തിരിച്ചായിരുന്നു. എവിടെയായിരുന്നു വന്നത്? അബ്നോർമൽ ഗെയിൻ വരുമ്പോൾ നമ്മുടെ ഒരു ഗെയിൻ ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിലാണ് കോസ്റ്റിംഗ് P&L എന്നും പറഞ്ഞ് നമ്മളിവിടെ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് അബ്നോർമൽ ലോസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും അബ്നോർമൽ ഗെയിൻ വരുമ്പോഴുള്ള അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അബ്നോർമൽ ഗെയിൻ വരുമ്പോൾ നമ്മൾ ഏത് അക്കൗണ്ട് കെയർഫുള്ളായിട്ട് ചെയ്യണം? നോർമൽ ലോസ് അക്കൗണ്ട് കെയർഫുള്ളായിട്ട് ചെയ്യണം. അത് നമ്മൾ പ്രതീക്ഷിച്ച അത്രയും നോർമൽ ലോസ് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ നോർമൽ ലോസിനെ എല്ലാം കൂടെ എടുത്ത് നമുക്ക് സ്ക്രാപ്പ് വാല്യൂവിന് വിൽക്കാൻ സാധിക്കില്ല എന്നൊക്കെ ഓർത്ത് വേണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇതൊന്ന് ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് സോൾവ് ചെയ്ത് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കാം. താങ്ക് യു.